പാലക്കാട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാനുമായി കോൺഗ്രസ് കള്ളപ്പണം ഇറക്കിയതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് CPM. ഹോട്ടലിൽ നിന്നും 2 ട്രോളി ബാഗുകൾ പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് CPM പുതിയതായി പുറത്തുവിട്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലും മറ്റു കോൺഗ്രസ് നേതാക്കളും താമസിച്ച ഹോട്ടലിൽ നിന്നും 2 ട്രോളി ബാഗുകൾ 2 വ്യത്യസ്ത കാറുകളിലായി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കറുത്ത ട്രോളി ബാഗും ഒരു നീല ട്രോളി ബാഗുമാണ് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതായി ദൃശ്യങ്ങളിലുള്ളത്. ഇതിൽ നീല ട്രോളി ബാഗ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിലും ഫെനി നൈനാൻ സഞ്ചരിച്ച കറുത്ത കാറിലേക്ക് കറുത്ത ട്രോളി ബാഗും മാറ്റുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. ഫെനി കൊണ്ടുവരുന്ന ട്രോളി ബാഗിന് അസാധാരണമായ ഭാരമുണ്ടായിരുന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തന്റെ വസ്ത്രങ്ങളാണ് ഇതിലുണ്ടായിരുന്നതെന്ന രാഹുലിന്റെ വാദം ഈ ദൃശ്യങ്ങൾ പൊളിക്കുന്നുണ്ട്. വസ്ത്രങ്ങളായിരുന്നെങ്കിൽ ഇത്രയധികം ഭാരം ട്രോളി ബാഗിന് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടതോടെ ഷാഫി പറമ്പിൽ VD സതീശൻ പക്ഷം കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ സതീശൻ ഷാഫി പക്ഷം കുടുങ്ങുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കോൺഗ്രസിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ഏതാനും ചില നേതാക്കൾ തന്നെയാണ് പോലീസിന് കള്ളപ്പണം കൊണ്ടുവന്ന വിവരം ഒറ്റിയതെന്നാണ് എതിർപക്ഷം ആരോപിക്കുന്നത്. കള്ളപ്പണ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതെല്ലാം പച്ചക്കള്ളവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നതായി CPM BJP നേതാക്കൾ ആരോപിക്കുന്നു. സംഭവ ദിവസം 2 വാഹനങ്ങളിലായാണ് ട്രോളി ബാഗുകൾ ഹോട്ടലിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ഫെനി നൈനാനും ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ നിന്നും 2 വാഹനങ്ങളിൽ പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. രാഹുൽ ഒരു വെളുത്ത ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് ഹോട്ടലിന് പുറത്തേക്ക് പോകുന്നത്. കറുത്ത ട്രോളി ബാഗ് കയറ്റിയ വാഹനവുമായി ഫെനി നൈനാൻ പിന്നാലെ പോകുന്നത് കാണാം. ബാഗിൽ വസ്ത്രങ്ങളായിരുന്നു എന്ന രാഹുലിന്റെ വാദം ദുർബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങൾ. കോഴിക്കോട്ട് കാന്തപുരത്തെ സന്ദർശിക്കുന്നതിനായി കരുതിയ വസ്ത്രങ്ങളായിരുന്നു തന്റെ ബാഗിലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശവാദം. ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഷാഫി പറമ്പിൽ VD സതീശൻ പക്ഷത്തിന്റെ ഏകാധിപത്യ മനോഭാവത്തിൽ മനമെടുത്ത കോൺഗ്രസുകാർ തന്നെയാണ് പോലീസിന് ഈ വിവരം ചോർത്തിക്കൊടുത്തത്. റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി R ആനന്ദും വ്യക്തമാക്കി. ഇത്തരത്തിൽ CPM BJP നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് സംശയമുനകൾ കോൺഗ്രസിലേക്ക് നീട്ടുന്നത്. KPM ഹോട്ടലിൽ ചൊവ്വാഴ്ച രാത്രി കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നിരുന്നു എന്നാണ് സതീശൻ ഷാഫി പറമ്പിൽ പക്ഷം പറയുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് A തങ്കപ്പനെ ഈ യോഗത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇത്രയും പേരാണ് 40 മിനിറ്റ് നീണ്ട ആ യോഗത്തിൽ പങ്കെടുത്തത്. നിർണായകമായ ഒരു യോഗമായിരുന്നെങ്കിൽ എന്തിനാണ് DCC പ്രസിഡന്റിനെ ഒഴിവാക്കിയതെന്നാണ് എതിർപക്ഷം ചോദിക്കുന്നത്. ഇത്തരത്തിൽ DCC പ്രസിഡന്റിനെ ഒഴിവാക്കി നടത്തിയ യോഗത്തിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്നാണ് CPM-ഉം BJP-യും ആരോപിക്കുന്നത്. സതീശൻ ഷാഫി പക്ഷത്തിന്റെ ധാർഷ്ട്യത്തിൽ മനമെടുത്ത കോൺഗ്രസുകാർ തന്നെയാണ് ഇത്തരത്തിൽ വിവരം പോലീസിന് കൈമാറിയത് എന്ന ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ സതീശൻ പക്ഷത്തെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെയാണ് കള്ളപ്പണം സംബന്ധിച്ച വിവരം പോലീസിന് കിട്ടിയതെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് AK ഷാനിബ് തുറന്നടിക്കുന്നു. കോൺഗ്രസുകാരന് തല താഴ്ത്തി മാത്രം നടക്കേണ്ട സാഹചര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ആർക്കും കോൺഗ്രസിൽ തുടരാനാകാത്ത സാഹചര്യമാണുള്ളതെന്നും AK ഷാനിബ് പറയുന്നു. കള്ളപ്പണം ശരിക്കും പാലക്കാട്ട് എത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരവുമുണ്ടെന്നാണ് AK ഷാനിബിന്റെ പക്ഷം. ഷാഫിയെ കുറിച്ച് വിലയിരുത്തരുത്, ഏതറ്റം വരെയും പോകുമെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നു. സതീശന്റെ വാഹനത്തിൽ കൊണ്ടുവന്ന കള്ളപ്പണം ഭൂരിഭാഗവും ഒരു ഇക്കോസ്പോർട്ട് വാഹനത്തിലാണ് പുറത്തേക്ക് കടത്തിയത്. പോലീസ് പരിശോധനയ്ക്കിടയിൽ ഷാനിമോളെ ഉപയോഗിച്ച് നാടകം നടത്തി ഇതിനുള്ള സമയം കണ്ടെത്തി. SP ഓഫീസ് മാർച്ചിൽ പാലക്കാട്ട് ഉണ്ടായിരുന്നിട്ടും പ്രധാനപ്പെട്ട 2 നേതാക്കൾ പങ്കെടുത്തില്ലെന്നും ഷാനിബ് ചൂണ്ടിക്കാട്ടുന്നു. കള്ളപ്പണം പാലക്കാട്ടെ ഹോട്ടലിൽ കൊണ്ടുവന്ന ദിവസം സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണ്. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ശരിവെക്കുന്നുണ്ട്. രാഹുൽ പിൻവാതിലിലൂടെ പുറത്തു കടന്നു എന്ന CPM നേതാക്കളുടെ ആരോപണത്തിന് രാത്രി 11:10 മുൻവാതിലിലൂടെ തന്നെയാണ്
രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. ഈ പ്രതികരണവും സതീശൻ ഷാഫി പക്ഷത്തിന് കനത്ത തിരിച്ചടിയായി.